ഹായ് നമസ്കാരം. ഞാനിപ്പോൾ വന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്. അതിന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും എടുക്കുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരിക്കും. ഒരു 5 കൊല്ലം കഴിഞ്ഞുള്ള വാഹനങ്ങളിലൊക്കെ ഓടിക്കുന്നവർ എടുക്കുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ തേർഡ് പാർട്ടി മാത്രമാണ് എടുത്തുള്ളത്, അതോ അതിൻ്റെ കൂടെ നിങ്ങൾ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി അഡീഷണൽ ആയിട്ട് PA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് പോളിസി കൂടി നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം അത് നമ്മൾക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരു ആക്സിഡൻറ്റ് ക്ലെയിം പോളിസിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തേർഡ് പാർട്ടി എടുക്കുമ്പോൾ നമ്മുടെ ഓടിക്കുന്ന വാഹനം മറ്റു വാഹനത്തിന് ഇടിച്ചാൽ അതിന് വരുന്ന ഡാമേജ് കൊടുക്കാനാണ് നമ്മൾ തേർഡ് പാർട്ടി എടുക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അപ്പോൾ സാധാരണ നമ്മൾക്ക് എങ്ങനെയാണ് ആക്സിഡൻറ്റ് ക്ലെയിം കെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വാഹനം മറ്റൊരു വാഹനമായിട്ട് കൂട്ടിയിടിക്കുമ്പോൾ അവരുടെ തേർഡ് പാർട്ടി അനുസരിച്ച് നമ്മുടെ ഓപ്പോസിറ്റ് വണ്ടിയുടെ ക്ലെയിം അനുസരിച്ചാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന നമ്മൾക്ക് ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടുന്നത്. ഇതുകൊണ്ടാണ് നമ്മളെല്ലാവരും തേർഡ് പാർട്ടി എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് വേറൊരു സിനാരിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു പട്ടി കുറുകെ ചാടി അല്ലെങ്കിൽ ഒരു പശു കുറുകെ ചാടി, നമ്മൾ വീണു, നമ്മുടെ കൈ ഒടിഞ്ഞു, അതിന് എല്ല് പൊട്ടി. ഇപ്പോൾ അടുത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. ഇതിൽ നിന്നാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടൊരു ആഗ്രഹം തോന്നിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനറിയുന്നൊരു പയ്യൻ ഇതുമാതിരി തേർഡ് പാർട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കില്ല, പട്ടി കുറുകെ ചാടി വീണു, കൈ ഒടിഞ്ഞു, 3 ഓപ്പറേഷൻസ് നടത്തേണ്ടി വന്നു. 1.25 ലക്ഷം രൂപ ചിലവായി. ക്ലെയിം എടുക്കാൻ നോക്കുമ്പോൾ ക്ലെയിം കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വാഹന അപകടമല്ല. അപ്പോൾ പിന്നെ വക്കീൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്കെതിരെ അല്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ കേസ് കൊടുക്കാം, സ്ട്രേ ഡോഗ്സിനെ നശിപ്പിക്കാത്ത നടക്കുന്ന കാര്യമില്ല, കിട്ടാൻ എളുപ്പവുമല്ല. ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഈ സന്ദർഭത്തിൽ തേർഡ് പാർട്ടി പോളിസി എടുത്ത് അതിൻ്റെ കൂടെ PA കവറേജ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ, PA കവറേജിന് നമ്മൾ കൊടുക്കുന്ന ആവറേജ്, ഒരു ബൈക്ക് പോളിസിക്ക് കൊടുക്കുന്ന ആവറേജ് 300 രൂപ 325 രൂപയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർക്ക് ആരായിരുന്നാലും, ഓണറാവണമെന്ന് തന്നെയില്ല, ഓടിക്കുന്ന ഡ്രൈവർ അല്ലെങ്കിൽ ആ വാഹനത്തിലുള്ള ആൾക്ക് ഡെത്ത് സംഭവിച്ച 15 ലക്ഷം രൂപ വരെയും, ഇനി ഭാഗികമായിട്ടുള്ള ഇതുകളാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന് അനുപാതികമായിട്ട് നമ്മൾക്ക് ക്ലെയിം കിട്ടും. അപ്പോൾ ഇത് പലർക്കും അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇൻഷുറൻസ് ഏജൻസി പോയിട്ട് അല്ലെങ്കിൽ വാഹന ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചെടുക്കേണ്ട ഒരു കാര്യമാണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് 1300 രൂപ 1400 രൂപ എന്ന് പറയും ഒരു ബൈക്കിന് തേർഡ് പാർട്ടി എടുക്കാനായിട്ട്. അപ്പോൾ മറ്റൊരാൾ പറയും, ഇല്ല ഞാൻ നിങ്ങൾക്ക് 900 രൂപയ്ക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അത് ഇതില്ലാതെയാണ് എടുത്തു തരുന്നത്. ഇതാണ് ഇതിനുള്ളിലുള്ള രണ്ടാമത്തെ കാര്യം. നമ്മളും വിചാരിക്കും ഇതിപ്പോൾ എന്തിനത് എടുക്കുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ഇനി തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ, അത് കാറിനായാലും മറ്റുള്ള വണ്ടികൾക്കായാലും തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ മസ്റ്റായിട്ട് പേഴ്സണൽ കവറേജ് PA ആക്സിഡൻറ്റ് പോളിസി, അത് PA എടുത്തിട്ടുണ്ടെന്ന് നോക്കുക. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇതിനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്.